ദൈവവചനം സംസാരിക്കുവാൻ ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു ലേഖനമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ആകെ 27 പുസ്തകങ്ങളുണ്ട്. അതിൽ 21 ലേഖനങ്ങളാണ്. അതിലെ ഒരു ലേഖനമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ ലേഖനങ്ങളെല്ലാം തന്നെ അപ്പോസ്തലന്മാർ അന്ന് ആദ്യ നൂറ്റാണ്ടിലെ സഭകൾക്കും അതുപോലെ സഭയിലുള്ള ചില വിശ്വാസികൾക്കും എഴുതിയ എഴുത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതുപോലെ അവർ എഴുതി കൊടുത്ത എഴുത്തുകളാണ് ഇന്ന് നമ്മുടെ ബൈബിളിലിരിക്കുന്ന ലേഖനങ്ങളെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ലേഖനം ഒരു വളരെ ചെറിയ ലേഖനമാണ്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം, 3rd Epistle of John. എല്ലാവരും വേദപുസ്തകത്തിൽ ആ ലേഖനം എടുക്കുക. വളരെ ചെറിയൊരു ലേഖനമാണിത്. ഒരു അധ്യായമേ ഉള്ളൂ. ആകെ 15 വാക്യമേ ഉള്ളൂ. ഓക്കെ, വെളിപ്പാടിനും യൂദായ്ക്കും മുമ്പായിട്ട് വരും. 3 യോഹന്നാൻ. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ഈ ലേഖനം ഒരധ്യായം. എത്ര അധ്യായമുണ്ട്? അപ്പം ഞാൻ വാക്യം മാത്രമേ പറയത്തുള്ളൂ, അധ്യായത്തിൻ്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ലേഖനം ഇന്ന് നമ്മൾ പഠിക്കും. ആകെ എത്ര വാക്യമുണ്ട് അതിൻ്റെ അകത്ത് നോക്കിയോ നിങ്ങൾ? 15 വാക്യമുണ്ട്. ഈ ലേഖനം ഒരു എഴുത്താണ്. അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ സ്നേഹിതനായ ഗായോസ് എന്ന് പറഞ്ഞേ, ഗായോസ് എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതന് എഴുതിയ എഴുത്താണിത്. ഓക്കെ, യോഹന്നാൻ്റെ 3-ാം ലേഖനം ആരാർക്കെഴുതി? അപ്പോസ്തലനായ യോഹന്നാൻ ഗായോസ് എന്ന് പറയുന്ന തൻ്റെ സ്നേഹിതന് എഴുതിയ എഴുത്താണിത്. ഓക്കെ, ഇന്ന് നമ്മൾ ആ ലേഖനം നിങ്ങളെല്ലാവരും എടുത്തു എന്ന് വിചാരിക്കുകയാണ്. നമ്മളത് ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാം. പക്ഷേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ പേന എടുക്കണം. എന്നിട്ട് ഞാൻ ആ ലേഖനം നമ്മൾ ഒരുമിച്ച് ആ ലേഖനം വായിക്കുമ്പോൾ ആ ലേഖനത്തിൽ നിങ്ങൾക്ക് 3 പേരുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പേര് ഗായോസാണ്. ഓക്കെ, നിങ്ങൾ ആ പേര് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ പേന വെച്ച് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. നമുക്ക് വായിക്കാം. മായ. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. ഗായോസ് അണ്ടർലൈൻ ചെയ്യുക. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗമാകും വണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. സഭയ്ക്ക് ഞാൻ എഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് ഞങ്ങളെ അടുത്ത പേര് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുകയാണ്. ദിയോത്രഫേസ് അണ്ടർലൈൻ ചെയ്യുക. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ ഇരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദെമേത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെയും അടുത്ത പേര് കണ്ടെന്ന് വിചാരിക്കുന്നു. ദെമേത്രിയോസ്. സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് നീ അറിയുന്നു. എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹിതന്മാർക്ക് പേരായി വന്ദനം ചൊല്ലുക. ഓക്കെ, എത്ര പെട്ടെന്നൊരു ലേഖനം വായിച്ചു തീർത്തല്ലേ? വേദപുസ്തകത്തിലെ ഒരു പുസ്തകം നമ്മൾ വായിച്ചു തീർത്തിരിക്കുകയാണ്. അപ്പം അതിലെ 3 പേരുകൾ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. 3 പേരുകൾ പറയാം നമുക്ക്. ഗായോസ്, ഡയോത്രഫോസ്, ദെമേത്രിയോസ്. 2-3 പേരുകൾ ഇത്തിരി കൺഫ്യൂഷൻ തോന്നും, എങ്കിലും നമുക്ക് പഠിക്കാം. ഗായോസ്, ഡയോത്രഫോസ്, ദെമേത്രിയോസ്. ഓക്കെ, കുട്ടികളൊന്ന് പറയാമോ? ഗായോസ്, ഡയോത്രഫോസ്, ഡെമേട്രിയോസ്. ഓക്കെ, ഇനി
ഈ 3 പേരുടെയും സ്വഭാവത്തിനനുസരിച്ച് നമുക്കൊരു പേര് അവർക്ക് നൽകാം. ഗായോസിന് കൊടുക്കാം ദി എക്സോർട്ടർ എന്ന പേര്. എക്സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, അവരെ എൻകറേജ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കുക. അങ്ങനെയുള്ള വ്യക്തിയാണ് ദി എക്സോർട്ടർ, ഗായോസ്. പറഞ്ഞേ, ഗായോസ് ദി എക്സോർട്ടർ എന്ന് പറയാമോ? ഗായോസ് ദി എക്സോർട്ടർ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, അവർക്ക് അനുഗ്രഹമാകുന്ന വ്യക്തി ഗായോസ്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഗായോസ്. രണ്ടാമത്തെ വ്യക്തി ദിയോത്രെഫേസ്. ഓക്കെ, ദ ഈഗോയിസ്റ്റ്, പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുക, സ്വയം ഉയരാൻ ആഗ്രഹിക്കുന്ന, വളരെ ഈഗോയുള്ള ഒരു വ്യക്തിയായിരുന്നു ദിയോത്രെഫേസ്. ഓക്കെ, പറഞ്ഞേ, ദിയോത്രെഫേസ് ദ ഈഗോയിസ്റ്റ്. ഓക്കെ, മൂന്നാമത്തെ ആള് ഡെമട്രിയസ് ദി എക്സാമ്പിൾ. ഡെമത്രിയോസ്, മറ്റുള്ളവർക്ക് മാതൃകയായ ഡെമത്രിയോസ്, മറ്റുള്ളവർക്ക് മാതൃകയായ എക്സാമ്പിളായ ഡെമട്രിയോസ്. ഓക്കെ, ഈ കൊടുത്ത 3 പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, 3 E's ഓഫ് 3 John, 3rd John. ഓക്കെ, 3 ഈകൾ. ഓക്കെ, ഏതൊക്കെയായിരുന്നത്? ദി എക്സോർട്ടർ, ദ ഈഗോയിസ്റ്റ്, ദ എക്സാമ്പിൾ. ഒന്ന് പറയാമോ? ദ എക്സോർട്ടർ, ദ ഈഗോയിസ്റ്റ് ആൻഡ് ദി എക്സാമ്പിൾ ഓഫ് 3 John. 3 യോഹന്നാനിലെ 3 ഈകൾ. ഈ എന്നാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ 3 വ്യക്തികളെ കുറിച്ചാണ് മനസ്സിലാക്കുവാൻ പോകുന്നത്. ഒന്നാമത്തെ വ്യക്തി ഗായോസ് ദി എക്സോർട്ടർ. ഗായോസ്, മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്ന അങ്ങനത്തെ വ്യക്തിയായ ഗായോസ്. ഒന്ന് പറയാമോ? ഗായോസ്. ഓക്കെ, അതിലെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. ലോകത്തിൽ നമ്മൾ ഒത്തിരി ഫ്രണ്ട്ഷിപ്സ് കാണാറുണ്ട്, ഒത്തിരി സ്നേഹിതന്മാരെ കാണാറുണ്ട്. എന്നാൽ അതിനൊക്കെ ഓരോ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ 2 ദൈവമക്കൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അതിനൊത്തിരി വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ പറയുന്നു, ഞാനൊരു ദൈവ പൈതലായി. ആരുടെ മകനായി തീർന്നു? ആരുടെ മകളായി തീർന്നു? ദൈവത്തിൻ്റെ മകളായി തീർന്നു. എൻ്റെ സഹവിശ്വാസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മകനായി തീർന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അതെൻ്റെ സഹോദരനാണ്, അതെൻ്റെ സഹോദരിയാണ്. രക്തബന്ധത്തിലുള്ളവരെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ള ഒരു ബന്ധം. നമ്മൾ പറയും ഒരു ചോര എന്നല്ലേ, കാൽവറിയിലെ ഒരേ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരേ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള സ്നേഹം എങ്ങനെ ആയിരിക്കണം എന്നിവിടെ പറയുന്നു. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന, അതിൻ്റെ ഇടയിലൊരു വ്യാജമില്ല, സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ഒന്ന് വായിക്കാം നമുക്ക്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, വേറൊരു രീതിയിൽ നമുക്ക് പറയാം, യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു യേശുവിൻ്റെ കൽപ്പന. 2 വിശ്വാസികൾ സ്നേഹിക്കുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്. എൻ്റെ അപ്പൻ്റെ മകനാണിത്, എൻ്റെ അപ്പൻ്റെ മകളാണിത്. ആ ഒരു സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. സഭയ്ക്കകത്ത് ഈ ദൈവ സ്നേഹം ഉണ്ടാകണമെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. പ്രിയമുള്ളവരെ, എന്ത് കൃപാവരമുണ്ടായാലും, എത്ര ശക്തിയായിട്ട് ദൈവവചനം പ്രഘോഷിക്കുന്ന സഭയാണെങ്കിലും, മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിക്കുന്ന സഭയാണെങ്കിലും, വെളിപ്പാടുകളും ദർശനങ്ങളും കാണുന്ന സഭയാണെങ്കിലും, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, എനിക്ക് പ്രവചനവരമുണ്ടായാലും, മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസമുണ്ടായാലും, സകല ജ്ഞാനവും ഉണ്ടായാലും, സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ആ സഭയിൽ ഒരു പ്രയോജനമില്ലെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. നമ്മൾ തമ്മിൽ
ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ എഴുതി, മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. എനിക്ക് പറയുവാൻ സാധിക്കണം, ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ സെറിനും ഡോണും, ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ മായയും വിനീതയും, അങ്ങനെ എനിക്ക് പറയുവാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, തമ്മിലൊന്ന് നോക്കിക്കേ, അങ്ങനെ പറയാൻ സാധിക്കുമോ? നമ്മുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ് എൻ്റെ അടുത്ത കസേരയിലിരിക്കുന്നതെന്ന് അങ്ങനെ പറയുവാൻ സാധിക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 2-ാം വാക്യത്തിലാണ്. അത് ഗായോസിന് വേണ്ടി യോഹന്നാൻ അപ്പോസ്തലൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. വായിച്ചമായ പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വാക്യം ഒന്ന് നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒരു പ്രാർത്ഥനയാണത്. ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തൊരു നല്ല പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മളുടെ ആത്മാവിന് രക്ഷ കിട്ടുകയാണ്, അതിന് നിത്യജീവൻ ലഭിക്കുകയാണ്, നാം ഒരു വീണ്ടും ജനനം പ്രാപിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ഗായോസേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. ഇവിടെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. അവിടെ ശുഭം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹ്യൂഗിയായിനേൽ എന്നാണ്. ഹ്യൂഗിയായിനേൽ, അതിൻ്റെ അർത്ഥം ആരോഗ്യം എന്നാണ്. അതായത് നിന്റെ ആത്മാവ് ആരോഗ്യമായിരിക്കുന്നത് പോലെ. അതായത് നമുക്ക് ഗായോസിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കാം. ഗായോസ് ആത്മാവിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനൊരു ആരോഗ്യമുണ്ടായിരുന്നു. അവൻ്റെ ദൈവവചനവുമായിട്ടുള്ള ജീവിതത്തിനൊരു ആരോഗ്യമുണ്ടായിരുന്നു. അവൻ്റെ കൂട്ടായ്മയ്ക്ക് ആരോഗ്യമുണ്ടായിരുന്നു. അവൻ്റെ സഹവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിനൊരു ആരോഗ്യമുണ്ടായിരുന്നു. അവൻ്റെ കുടുംബത്തിൽ അവൻ ആരോഗ്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ രീതിയിലും ആത്മാവിൽ ആരോഗ്യമുണ്ടായിരുന്ന ഗായോസിനോട് യോഹന്നാൻ പറയാണ്, പ്രിയനെ, നിന്റെ ആത്മാവിന് നല്ല ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ നീ സകലത്തിലും, ഒന്ന് പറയാമോ, നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു വാക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ശുഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹ്യൂഗിയായിനേൽ, ഗ്രീക്ക് പദം അതാണ്. അതിൻ്റെ അർത്ഥം ആരോഗ്യം. സുഖം എന്നിടത്ത് യൂസ് ചെയ്തിരിക്കുന്നത് യുഡോവോ എന്ന ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം അഭിവൃദ്ധിപ്പെടുക. അതായത് ഗായോസേ, നിന്റെ ആത്മാവിന് നല്ല ആരോഗ്യമുണ്ട്, അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും, നമ്മൾ എല്ലാ ആഴ്ചയിലും ഏറ്റുപറയുന്ന ഒരു കാര്യമാണ്, എല്ലാ മേഖലയിലും ഞാൻ അനുഗ്രഹിക്കപ്പെടും. അതുപോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും, അതായത് ആരോഗ്യത്തോടെയും അഭിവൃദ്ധിപ്പെട്ടും ഇരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി അവരുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനി തോന്നുകയാണ് അവരുടെ ആത്മാവിന് ആരോഗ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, അവരുടെ ആത്മാവിന് നല്ല ആരോഗ്യം കൊടുക്കണമേ, അവരുടെ ആത്മീയ ജീവിതം നല്ല ബലപ്പെടണമേ എന്ന് ആദ്യം പ്രാർത്ഥിക്കണം. ഇനി ബലപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ആത്മാവ് ബലപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ അവർ ശാരീരികമായിട്ട് മാനസികമായിട്ട് എല്ലാം ബലപ്പെട്ട് ആരോഗ്യത്തോടെ അഭിവൃദ്ധിപ്പെടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു കാര്യവും നിങ്ങൾ തെറ്റിദ്ധരിക്കുവാനിട വരരുത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അഭിവൃദ്ധിപ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അംബാനിയുടെ അത്രയും പൈസയും അല്ലെങ്കിൽ അർണോൾഡ് ഷ്വാസ്നിഗറിൻ്റെ പോലത്തെ ബോഡിയും ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ശാരീരികമായിട്ടുള്ള മാനസിക മേഖലയിലെല്ലാം ഒരു അഭിവൃദ്ധി നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ഒത്തിരി
ഒത്തിരി പണമുണ്ടായിട്ട് മാനസികമായിട്ട് സന്തോഷമില്ലാത്തവരുണ്ട് അല്ലേ? ബിസിനസ് തകർത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ കുടുംബജീവിതം തകർന്നു കിടക്കുന്നവരുണ്ട്. നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അവൻ്റെ ആത്മീക ജീവിതത്തിൽ അവൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ മനസ്സിലും നല്ല ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ശാരീരികമായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ വിനീത സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിനീത ആത്മാവിൽ ശുഭമായിരിക്കുന്നത് പോലെ വിനീത സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം വിനീത ആത്മാവിൽ ശുഭമായിരിക്കുന്നത് പോലെ, ആരോഗ്യത്തോടെ ഇരിക്കുന്നത് പോലെ വിനീത കുടുംബ ജീവിതത്തിൽ ശുഭമായും സുഖമായും ഇരിക്കണം. വിനീതയുടെ ബിസിനസ്സിൽ വിനീത ശുഭമായും സുഖമായും ഇരിക്കണം. വിനീതയുടെ ബന്ധങ്ങളിൽ വിനീത ശുഭമായും സുഖമായും ഇരിക്കണം. വിനീതയുടെ മാനസിക നിലയിൽ വിനീത ശുഭമായും സുഖമായും ഇരിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് ഈ വാക്യം ഒന്ന് കണ്ണിൽ നോക്കി പറയാമോ? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിന്ന് പറയാം. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി ഒന്ന് പറയാമോ? അതൊരു നല്ല പ്രാർത്ഥനയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനകളിൽ അങ്ങനെ ഒരു വാചകം കൂടെ കയറി വരട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഗായോസിൻ്റെ ചില ഗുണങ്ങൾ നോക്കാം. അതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഇവിടെ ഇത് എഴുതുന്നത് അപ്പോസ്തലനായ യോഹന്നാനാണ്. എഫെസോസ് എന്ന് പറയുന്ന സ്ഥലത്തെ സഭയുടെ മൂപ്പനായിട്ട് ഈ മനുഷ്യനിരിക്കുകയാണ്. AD 90 ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ 90 വയസ്സിന് മുകളിലുള്ള വൃദ്ധനായ ഒരു മനുഷ്യനാണ് ഈ യോഹന്നാൻ അപ്പോസ്തലൻ. ആ സമയത്ത് യോഹന്നാൻ അപ്പോസ്തലൻ്റെ അടുക്കൽ ചില ആളുകൾ വന്നിട്ട് ഗായോസിൻ്റെ സഭയിൽ അവർ പോയായിരുന്നു. അവരവിടെ ചെന്നിട്ട് അപ്പോസ്തലനോട് വന്നിട്ട് റിപ്പോർട്ട് പറയുകയാണ്, ഞങ്ങൾ ആ സഭയിൽ ചെന്നപ്പോൾ ഗായോസിനെ കണ്ടു, അവൻ സത്യത്തിൽ നടക്കുന്നു. ആ സാക്ഷ്യം യോഹന്നാൻ കേട്ട് കഴിഞ്ഞപ്പോൾ പറയാണ്, ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷം എനിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? സത്യസുവിശേഷം കേട്ട് രക്ഷ പ്രാപിച്ചവരാണ് നമ്മൾ. നമ്മുടെ ജീവിതം നമ്മൾ അങ്ങനെ തുടങ്ങി. എന്നാൽ നമ്മൾ പിന്നെയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ സുവിശേഷത്തിന് യോഗ്യമായ ഒരു ജീവിതം നയിക്കേണ്ടതുണ്ട്. നമ്മൾ സത്യത്തിൽ നടക്കണം. ഒന്ന് പറയാമോ? സത്യത്തിൽ നടക്കണം. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തീത്തോസ് എന്ന് പറയുന്ന ഒരു സഭാ പാസ്റ്ററിനോട് പറയുകയാണ്, ഇങ്ങനെയാണ് ആ വാക്യം: നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. ഒന്നും കൂടെ വായിക്കാം ഞാൻ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. ഓക്കെ, അവിടെ കണ്ടോ? നിങ്ങൾ കണ്ടോ? പത്യോപദേശം എന്ന് കാണാം. എന്താ പത്യോപദേശം എന്ന് പറഞ്ഞാൽ? പത്യോപദേശം എന്ന് പറഞ്ഞാൽ തീത്തോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ജീവിതവും ഉപദേശവും പൊരുത്തപ്പെട്ടു പോകുന്ന രീതിയിൽ ജീവിക്കാൻ വിശ്വാസികളെ പഠിപ്പിക്കുക. തീത്തോസ് എന്ന് പറയുന്ന പാസ്റ്ററിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. അതായത് വിശ്വാസികളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സുവിശേഷം പറയുന്നതും നമ്മുടെ ജീവിതവും നമ്മുടെ ഉപദേശവും ഒരുമിച്ച് പോകണം. ഉപദേശം ഇതുവഴിയും ജീവിതം അതുവഴിയുമായാൽ അത് ശരിയാവത്തില്ല. നമ്മൾ എങ്ങനെ നടക്കണം? സത്യത്തിൽ നടക്കണം. ഗായോസ് സത്യത്തിൽ നടന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ പുറത്ത് ചെന്നപ്പോൾ ഒരാളെ കണ്ടു. അയാളോട് ഞാൻ പറഞ്ഞു, ഞാൻ സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിൽ കൂടുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ വേഗം പറയാണ്, ഓ, നിങ്ങൾ സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിൽ കൂടുന്ന വ്യക്തിയാണോ? ആ സിറ്റി ചേഞ്ചേഴ്സ് ചർച്ചിൽ കൂടുന്ന അന്നമ്മേനെ എനിക്കറിയാം. ഇതുപോലെ ഒരു നല്ല വിശ്വാസി. അയാളുടെ പ്രവൃത്തി ഉണ്ടല്ലോ, അവൾ പറയുന്ന സുവിശേഷം പോലെ തന്നെയാണ്. അവൾ ഒരു നുണ പറയത്തില്ല, അവൾ പരദൂഷണം പറയത്തില്ല, അവൾ ദൈവവചനത്തിനനുസരിച്ചാണ് ഓഫീസിൽ ജീവിക്കുന്നതെന്നൊക്കെ കേട്ട് കഴിയുമ്പം എൻ്റെ ഹൃദയം സന്തോഷിക്കും. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം സന്തോഷിക്കും. എന്നാൽ മറിച്ച് ഞാനൊരാളെ പരിചയപ്പെട്ടു, ഞാൻ സിറ്റി ചേഞ്ചേഴ്സിലാണ് കൂടുന്നതെന്ന് പറഞ്ഞപ്പോൾ സിറ്റി ചേഞ്ചേഴ്സിലല്ലേ അവിടെ കൂടുന്ന നമ്മുടെ ആ
പുള്ളിയില്ലേ, ഇയാളെ പോലൊരു ഉഡായിപ്പ്, എൻ്റെ കാശും പറ്റിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ കാശും പറ്റിച്ചെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സിറ്റി ചേഞ്ചേഴ്സിൽ ഇടയ്ക്കൊന്ന് കയറുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാകത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മുടെ സഭയിൽ കൂടി വരുന്നവർ സത്യത്തിൽ നടക്കാതിരിക്കുമ്പോൾ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പറഞ്ഞത്, പ്രിയനെ നീ സത്യത്തിൽ നടക്കുന്നു എന്ന് സഹോദരന്മാർ സാക്ഷ്യം പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരെ കുറിച്ചും അകത്തുള്ളവരും പുറത്തുള്ളവരും കുടുംബത്തിലുള്ളവരും അയൽക്കാരും പറയാനിടയാകണം, ഇവർ സത്യത്തിൽ നടക്കുന്നവരാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇടവരട്ടെ. ഗായോസിനെ കുറിച്ച് നമ്മൾ കണ്ടു. അവൻ എങ്ങനെ നടക്കുന്നു? ഗായോസ് സത്യത്തിൽ നടക്കുന്നു. അങ്ങനെ സഹോദരന്മാരിൽ നിന്ന് സാക്ഷ്യവും ലഭിച്ചിരിക്കുന്നു. ഇനിയും അടുത്ത ഗായോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. ഇവിടെ ഗായോസിനോട് പറയുന്ന 5-ാം വാക്യം നിങ്ങൾ നോക്കിയോ. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. ഇവിടെ ഗായോസിന്റെ അടുത്ത ഒരു ക്വാളിറ്റി നമ്മൾ കാണുകയാണ്. എന്താ ക്വാളിറ്റി? അതിഥി സൽക്കാരം. വെരി ഗുഡ്. അതിഥി സൽക്കാരം. എന്താ അതിഥി സൽക്കാരം? ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ അവരിടയ്ക്കിടയ്ക്ക് അവരുടെ ഫ്രണ്ട്സിനെ വിളിക്കും, റിലേറ്റീവ്സിനെ വിളിക്കും. അവരുടെ സ്റ്റാൻഡേർഡിനൊത്ത ഫ്രണ്ട്സാണ്. പിന്നെ അവരുടെ വീട്ടിൽ വൈകിട്ട് പാർട്ടിയുണ്ട്, ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കും. ഇവരെയും അതിഥി സൽക്കാര പ്രിയരെന്ന് നമുക്ക് പറയാം. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വേദപുസ്തകം പറയുന്ന അതിഥി സൽക്കാരം ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. ഓക്കെ, എന്താണെന്ന് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് ഇത് ഏത് ടൈപ്പ് അതിഥികളെ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കണം. അന്നത്തെ കാലത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം. അപ്പോൾ അവരിങ്ങനെ യാത്ര ചെയ്യുന്ന അനേകം സഞ്ചാര സുവിശേഷകരുണ്ടായിരുന്ന കാലമാണ് അല്ലേ. വഴിയിൽ പൊക്കണമൊന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് യേശു ഇങ്ങനെ ശിഷ്യന്മാരെ അയക്കും. എവിടെയെങ്കിലും ഒരു സമാധാനപുത്രനെ കണ്ടാൽ നിങ്ങൾ അവിടെ താമസിച്ചോണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ പോലെ സ്റ്റോപ്പിന് ഹോട്ടൽ അഭിരാമിയും ഹോട്ടൽ ചൈത്രവും ഒന്നുമില്ലാത്ത കാലമാണ്. അവർക്കൊരു ചായ കുടിക്കണമെങ്കിൽ ഒന്നും ഒരു ഹോട്ടലില്ല, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇല്ല, താമസിക്കാനായിട്ട് വളരെ കുറച്ച് സത്രങ്ങളൊക്കെ ഉള്ള കാലത്ത്, അന്നത്തെ കാലത്ത് സുവിശേഷീകരണത്തിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ച ഒരു ഗ്രൂപ്പ് ആളുകളായിരുന്നു അതിഥി സൽക്കാര പ്രിയരായ വിശ്വാസികൾ. കാരണം ഇങ്ങനെ സഞ്ചാര സുവിശേഷകരായിട്ട് വരുന്ന പലർക്കും ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ അവർക്ക് താമസിക്കുവാൻ സൗകര്യവും ഇങ്ങനെയുള്ള അതിഥി സൽക്കാര പ്രിയരായ വിശ്വാസികൾ ചെയ്തിരുന്നു. ഇവർ സുവിശേഷ വേലയിൽ വലിയ ഒരു പങ്കാണ് വഹിച്ചിരുന്നത്. യേശുവിൻ്റെ കാലത്തും ഇതുപോലെ തന്നെയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10:38 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ബഥാന്യ എന്ന ഗ്രാമത്തിൽ യേശു എപ്പോഴൊക്കെ എത്തുമോ, യേശു ആരുടെ വീട്ടിൽ ചെല്ലുമായിരുന്നു? ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ചെല്ലുമായിരുന്നു. യേശുവിൻ്റെ ഒപ്പം അനേക ശിഷ്യന്മാരുണ്ട്. ഇവർക്കൊക്കെയും താമസിക്കാൻ സൗകര്യം, ഇവർക്കുള്ള ഭക്ഷണം, ഇവർക്കുള്ള വെള്ളം, എല്ലാം ഈ സഹോദരിമാരും ഈ സഹോദരനും ചെയ്തു കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ അതിഥി സൽക്കാരം ഒരു തരത്തിൽ സുവിശേഷീകരണത്തിലെ ഒരു വലിയ പങ്ക് വഹിക്കുകയായിരുന്നു. മറ്റൊരു രീതിയിൽ സുവിശേഷീകരണത്തിൽ പങ്കാളികളായ ചില സ്ത്രീകളെ കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. ലൂക്കോസ് 8:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അവരെ കുറിച്ച് കാണാം. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും
7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ ക്രൂസയുടെ ഭാര്യ യോഹനെയും ശൂശനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും മിനിസ്ട്രിക്കായിട്ട് പോകുമ്പോൾ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്ത സ്ത്രീകളുടെ ലിസ്റ്റാണ് ഈ പറയുന്നത്. അവർ മിനിസ്ട്രിക്ക് പോയി അവരുടെ വസ്തുവകകൾ കൊണ്ട് അവരുടെ ആരോഗ്യം കൊണ്ട് എല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കാണും. പല രീതിയിൽ യേശുവിനെയും ശിഷ്യന്മാരെയും ഇവർ സഹായിച്ചിരുന്നു. ഇതും ഒരു അതിഥി സൽക്കാരത്തിൽ പെടുന്ന കാര്യമല്ലേ, അവരെ ശുശ്രൂഷിക്കുവാൻ കാണിച്ച മനസ്സ്. ഇതുപോലെ തന്നെ സഞ്ചാര സുവിശേഷകരായി വന്ന അവരുടെ ഇടയിൽ വന്ന സുവിശേഷകരെ വളരെ സ്നേഹത്തോടെ കൈക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു നമ്മൾ കണ്ട ആര്? ഗായോസ്. ഓക്കെ, നമ്മളിവിടെ കണ്ടു, 6-ാം വാക്യത്തിൽ കണ്ടു, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു. 3-ാം വാക്യത്തിൽ കാണാം, അവൻ സത്യത്തിൽ നടക്കുന്നു എന്ന് സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സത്യത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് സാക്ഷ്യം ലഭിച്ച, സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച, മറ്റുള്ളവർക്കൊരു ആശ്വാസമായി തീർന്ന ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിരുന്നു ആര്? ഗായോസ്. അതുകൊണ്ടാണ് വിളിച്ചത് ഗായോസ് ദി എക്സോർട്ടർ. ഇങ്ങനെ വന്നവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടി അവൻ വളരെ അധ്വാനിച്ചു എന്ന് അവിടെ എഴുതിയേക്കുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തുവാനും മറന്നിട്ടില്ല. ഓക്കെ, അവരെ കൈക്കൊണ്ട്, അവരെ ശുശ്രൂഷിച്ച് സ്നേഹത്തോടെ കൈക്കൊണ്ടു. ഇനി 7-ാം വാക്യത്തിൽ പറയുന്നു, അതിനുമുമ്പ് ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് നമ്മൾ ഗായോസിന് ഈ പേര് കൊടുത്തത്. ഗായോസ് ദി എന്താ? എക്സോർട്ടർ. ആശ്വാസപ്രദനാകുന്ന, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവർക്കൊരു ആശ്വാസമാകുന്ന ഗായോസ്. ഒന്ന് പറഞ്ഞേ, ഗായോസ് ദി എക്സോർട്ടർ. ഓക്കെ, 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, നീ അവരെ ദൈവത്തിന് യോഗ്യമാം വണ്ണം യാത്ര അയക്കണം. 7-ാം വാക്യം, തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. അത് ഈ സഞ്ചാര സുവിശേഷകരെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്. അവർ മറ്റ് അവിശ്വാസികളായിട്ടുള്ള ആരുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ചില്ല ഈ യാത്രയ്ക്കൊന്നും. ഗായോസിനോട് പറയുകയാണ്, ഗായോസെ, അവിടെ വന്നിട്ട് അവർ പോകുമ്പോൾ നീ അവരെ ദൈവത്തിന് യോഗ്യമായിട്ട് വണ്ണം സാധനങ്ങൾ കൊടുത്തോ, പൈസ കൊടുത്തോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നീ അവരെ സഹായിക്കണം. അത്രയ്ക്ക് ട്രസ്റ്റ് ആയിരുന്നു യോഹന്നാൻ അപ്പോസ്തലന് ഗായോസിനോട്. അത്ര നല്ലൊരു ക്രിസ്ത്യാനിയായിട്ടുള്ള വ്യക്തി. ഇനി 8-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഗായോസിനോട് പറയുകയാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആകയാൽ നാം വായിക്കാമോ? ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. ആമേൻ. ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടു ഗായോസ് സുവിശേഷ വേലയിൽ എങ്ങനെ പങ്കാളിയായെന്ന്. ഓക്കെ, നമുക്കറിയാം യോഹന്നാൻ അപ്പോസ്തലൻ യാത്ര ചെയ്തു, പൗലോസ് അപ്പോസ്തലൻ യാത്ര ചെയ്ത് സുവിശേഷീകരണം നടത്തി. എന്നാൽ ഗായോസ് എങ്ങനെയാണ് സുവിശേഷീകരണം നടത്തിയെന്ന് നമ്മൾ കണ്ടു. മാർത്തയും മറിയയും എങ്ങനെയാണ് സുവിശേഷീകരണത്തിൽ പങ്കാളികളായെന്ന് കണ്ടു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്കെല്ലാവർക്കും ദൈവം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാലൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് സുവിശേഷീകരണത്തിൽ പങ്കാളികളാകാനായിരിക്കും ദൈവം നിങ്ങൾക്ക് കഴിവ് തന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ വാക്ചാതുര്യം കൊണ്ടായിരിക്കും അതിൽ പങ്കാളിയാകാൻ തന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പണം കൊണ്ടായിരിക്കും. ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല. അവരവർ തന്നെ അത് കണ്ടെത്തണം. എനിക്ക് എങ്ങനെ സുവിശേഷ വേലയിൽ പങ്കാളികളാകാം, എനിക്ക് എങ്ങനെ ഒരു എക്സോർട്ടർ ആകാം, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയാകാം, എൻ്റെ സഭയിൽ എനിക്ക് എങ്ങനെ ഒരു അനുഗ്രഹമാകാം, അത് ഓരോരുത്തരും സ്വയം ചോദിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഞാനൊരു വേർഡ് ഓഫ് കോഷനും കൂടെ പറഞ്ഞു തരാം. ഞാനിവിടെ സഞ്ചാര സുവിശേഷകരെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നല്ല നാണയങ്ങൾ ഉള്ളതുപോലെ തന്നെ കള്ള നാണയങ്ങളുമുണ്ട്. ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് വഴി കൂടെ പോണവരെല്ലാം വിളിച്ചു കയറ്റി ആർക്കും അബദ്ധമൊന്നും വരുവാൻ ഇടയാവരുത്. ഇന്നത്തെ കാലത്തെ സ്ഥിതിഗതികൾ ഒത്തിരി വ്യത്യാസമായിട്ടുള്ള കാലഘട്ടമാണ്. നമ്മൾ നല്ല സുവിശേഷകരാണോ ചീത്ത സുവിശേഷകരാണോ കള്ളത്തരമാണോ ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു വിവേകവും ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും ആയിരിക്കണം. അപ്പം ഈ ലേഖനത്തിലെ 1-ാമത്തെ വ്യക്തിയെ നമ്മൾ കണ്ടു. ആരാത്? ഗായോസ് ദി എക്സോർട്ടർ. ഒന്ന് പറയാമോ? ഗായോസ് ദി എക്സോർട്ടർ. ഇനി 2-ാമത്തെ വ്യക്തി ദയോത്രെഫേസ്. പേര് പഠിക്കാൻ പാടാ അല്ലേ? ദയോത്രെഫേസ് ദ ഈഗോയിസ്റ്റ്. സ്വയം ഉയരുവാൻ ആഗ്രഹിച്ച ദിയോത്രെഫേസ്. ഓക്കെ, അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം.
സഭയ്ക്ക് ഞാൻ എഴുതിയിരിക്കുന്നു. എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ കണ്ടു ഗായോസ് ഒരേ സഭയിലെ വിശ്വാസികളാട്ടോ. ആരൊക്കെ? ഗായോസ്, ദയോത്രേഫസ്, ദെമത്രിയോസ്. ഓക്കെ, പക്ഷെ എത്ര വ്യത്യസ്തമായ സ്വഭാവം. ദയോത്രേഫോസിനെ കുറിച്ചുള്ള ആദ്യത്തെ കുറ്റം പറയുന്നത് എന്താണ് ഇവിടെ കാണുന്നത്? പ്രധാനിയാകുവാൻ അവൻ ആഗ്രഹിച്ചു. എനിക്ക് സഭയിൽ 1-ാം സ്ഥാനം കിട്ടണം, എനിക്ക് എല്ലാവരെക്കാളും മെയിനായിട്ട് ഷൈൻ ചെയ്യണം. ആദിത്യ, ജോയ്, ഐസക് ഒന്ന് ഓടി വന്നേ, ഈ സ്റ്റേജിലോട്ടൊന്ന് വന്നേ. ആദിത്യ ഇരുന്ന കസേരയും കൂടെ എടുത്തുകൊണ്ട് വരണം. എന്തുകൊണ്ട് ആളുകൾ ഒന്നാമനാകാനായിട്ട് പൊസിഷന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നത്? നമ്മൾ ജനിച്ചു വീണ കൊച്ചിനോട് പറയും, നീ വളർന്നു മിടുക്കനാവണം, എല്ലാവരേക്കാളും മോൻ മിടുക്കനാകണം. സ്കൂളിൽ പോകുമ്പോൾ പറയും, മോൻ ഫസ്റ്റ് റാങ്ക് കൊണ്ടുവരണം. 50 മാർക്കിൽ 50 മേടിച്ചില്ലെങ്കിൽ നമ്മുടെ മുഖം ചുളിയും. 50-ൽ 49 ആയാൽ പറയും, ആർക്കാ കിട്ടിയത് ഫസ്റ്റ് റാങ്ക്? നമ്മളിങ്ങനെ വെപ്രാളപ്പെടുത്താൻ തുടങ്ങും. എന്നിട്ട് കൊച്ചിലെ തന്നെ പറഞ്ഞു കൊടുക്കും, ഒന്നാമനാകണം. വളർന്നു വരുമ്പോൾ 10 നീ സ്കൂളിൽ ഫസ്റ്റ് ആവണം, കോളേജിൽ നീ സ്കൂളിൽ ഫസ്റ്റ് ആവണം. ഓക്കെ, അത് കഴിഞ്ഞ് ജോലി സ്ഥലത്ത് അവിടെ നീ ഒന്നാമതാകണം. ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പഠിപ്പിക്കുന്ന ലോകമാണിത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ കൊച്ചിലേ തന്നെ അതിന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു കളിയും പഠിപ്പിക്കും. മോനെ ഓടിക്കേ, കസേര കളി എന്ന് പറയുന്നത്. മോനെ ഒരു ഋതം ഇട്ട് കൊടുത്താൽ നീ തിരിഞ്ഞിരുന്നേ, ഓടിക്കേ, കസേര കളി. ഇതിന് ചുറ്റുപാട് ആരാ കസേര ഇരിക്കുന്നത് നോക്കാം. ട്രെയിൻ ചെയ്യാം പിള്ളേരെ കൊച്ചില. ഓട് ഇടാ, ഋതം ഇട്ട് കൊടുക്കട. നീ അങ്ങോട്ട് തിരിഞ്ഞിട്ട് സ്റ്റീവ് ചേട്ടൻ നിർത്തുമ്പോൾ കസേര ഇരിക്കണേ. അവൻ പ്രസംഗം കേട്ടായിരുന്നു, അവനൊക്കെ വിട്ടുകൊടുത്തു. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ഓടിക്കാൻ നോക്കട്ടെ ആർക്കാന്ന്. ഈ പ്രാവശ്യം ആൻറ്റി പ്രസംഗത്തിൻ്റെ ഇതിലല്ല, ആരാ മിടുക്കെന്ന് നോക്കാൻ പോവാ. ഓടിക്കോ. ഐസകനാണോ ശക്തി? ആദ്യമാണോ മിടുക്കൻ? അവൻ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് അവിടെ പോയിരിക്കും. ഒന്നാമനാകണം തോന്നി, അതുകൊണ്ട് ഇരുന്നോട്ടെന്ന് വിചാരിച്ചൊന്ന്. സാരമില്ല. ഓക്കെ, ഗുഡ്. മോനെ സ്കൂളിൽ കസാര കളി വന്നാൽ ഫസ്റ്റ് അടിച്ചോണം കേട്ടോ. ഇനി ആൻറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും കസാര കയറി ഇരിക്കാതിരിക്കരുത്. പക്ഷെ നമ്മൾ വളർത്തിയെടുക്കുന്ന മെൻറ്റാലിറ്റി നോക്കിക്കേ, എവിടെ ചെന്നാലും നമുക്ക് 1-ാം സ്ഥാനം കിട്ടണം, എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കൊച്ചിലേ തൊട്ട് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കും. ഇനിയും സഭയ്ക്കകത്ത് വരുമ്പോഴും പലപ്പോഴും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. സഭയ്ക്കകത്ത് വരുമ്പോഴും എനിക്ക് ഒന്നാമതാകണം, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, ഞാൻ ചെയ്യുന്ന മിനിസ്ട്രി എല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഒരു ചിന്ത എവിടെയൊക്കെയോ വളർന്നു കയറുന്നു. അങ്ങനെ കയറിയ ഒരു വ്യക്തിയായിരുന്നു ദയോത്രേഫോസ്. ദയോത്രേഫോസ് എന്താ ചെയ്തതെന്ന് നോക്കിക്കേ. ദയോത്രേഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ കാലത്തും സഭയിൽ ഒന്നാമതാകുവാൻ മത്സരിച്ച എല്ലാ ടൈപ്പ് ആൾക്കാരും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കാലത്തും ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. അവരെ നമ്മൾ പരീശന്മാരെന്ന് പറയാറുണ്ട്. മത്തായി 23:6-7 ഇവരെക്കുറിച്ച് കാണാം. അവരെക്കുറിച്ച് പറയുന്നത്, അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. ഭയങ്കര ഇഷ്ടമാ. എല്ലായിടത്തും ചെന്നാൽ ഫസ്റ്റ് പ്ലേസ് അങ്ങാടിയിൽ വന്ദനം കിട്ടണം, മനുഷ്യർ റബ്ബി എന്ന് വിളിക്കണം. ഓക്കെ, പക്ഷെ യേശു പഠിപ്പിച്ചു, നിങ്ങളിൽ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യണം. ഇനി യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ അവർ സ്ഥിരം നടക്കുകയായിരുന്നു. യേശുവിൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്, യേശുവിൻ്റെ വചനം കേൾക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അവരുടെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് ഒരു തർക്കം വരുമായിരുന്നു. ഞാനാണോ വലുത്, നീയാണോ വലുത്? പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം തമ്മിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു വഴക്കുണ്ടാവുമായിരുന്നു. എന്താ, ഞാനും മീൻപിടുത്തക്കാരനായിരുന്നു, നിങ്ങളും മീൻപിടുത്തക്കാരനായിരുന്നു. ഓക്കെ, ഞങ്ങളാണോ വലുത്, നിങ്ങളാണോ വലുത്? ഓക്കെ, അപ്പോഴത്തേക്ക് എരിവുകാരനായ ശീമോൻ അപ്പുറത്തെന്ന് പറയും, ഞാനൊരു ടെററിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് വന്നാണ്, ഞാനാണ് മിടുക്കൻ. അപ്പം മത്തായി പറയും, ഞാൻ ചുങ്കക്കാരനായിരുന്നു, നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും നല്ലൊരു ജോലി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ
ആരായിരിക്കും വലുത്? ഇങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിലും എന്തുണ്ടായിരുന്നെന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് ഒരു തർക്കം വരും. ഞങ്ങളിൽ ആരായിരിക്കും പ്രധാനിയാകുന്നത്? ഏറ്റവും ഒന്നാമത് വരുന്നത് യേശുവിന് ഇത് അറിയാമായിരുന്നു. യേശുവിന് മനസ്സിലായി, ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും മനസ്സിലാവുന്നില്ലെന്ന്. ഒരു ദിവസം എല്ലാവരും അത്താഴത്തിനിരുന്നപ്പോഴത്തേക്ക്, ഒരു പക്ഷേ ഈ തർക്കം കഴിഞ്ഞിട്ട് അധികം നേരമായിട്ടുണ്ടാവില്ല, യേശു തൻ്റെ മേൽവസ്ത്രമൊക്കെ ഊരി വെച്ചിട്ട് ഒരു അടിമയുടെ പോലെ ഒരു വേഷം ധരിച്ചിട്ട് ഓരോരുത്തരുടെ ആയിട്ട് കഴുകാൻ തുടങ്ങി. തർക്കിച്ച യാത്രോസിൻ്റെ, യാക്കോബിൻ്റെ, യോഹന്നാൻ്റെ, അന്ത്രയോസിൻ്റെ, ഷിമോൻ്റെ, തദ്ദായുടെ, യൂദായുടെ ഓരോരുത്തരുടെ ആയിട്ട് യേശു ആ കാലുകൾ കഴുകി. അവർക്കറിയാം ഒരു അടിമ ചെയ്യുന്ന ജോലിയാണ് ഇത് ചെയ്യുന്നതെന്ന്. അവർക്കറിയാം ദൈവമാണ് ഈ നമ്മളുടെ കാലുകൾ കഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന്. അവരുടെ ഉള്ളിൽ കുത്തുകൊണ്ടു. ഹല്ലേലൂയ. യേശു എന്ന് നമ്മളോട് പറയുന്നു, നിങ്ങളിൽ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതാകുന്നു. ഇവിടെ പറയുന്നു, ദിയോത്രോസ് ഞങ്ങളെ കൂട്ടാക്കിയില്ല. ആ വാക്യം നിങ്ങൾ കണ്ടോ? 9-ാം വാക്യത്തിൽ ദിയോത്രിയോസ് ഞങ്ങളെ കൂട്ടാക്കിയില്ല. ആരെയാ കൂട്ടാക്കാതിരുന്നത്? യോഹന്നാൻ അപ്പോസ്തലനെയും. യോഹന്നാൻ അപ്പോസ്തലൻ എഫെസോസിൽ നിന്ന് അയച്ച സഞ്ചാര സുവിശേഷകരെയുമാണ് ദിയോത്രിയോസ് കൂട്ടാക്കാതിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏഷ്യ മൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രദേശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു, പ്രധാന നഗരമായിരുന്നു എഫെസോസ്. അപ്പോൾ അവിടെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ മൂപ്പനായിട്ടിരിക്കുന്നത്. അവിടെ നിന്നും പല പ്രാദേശിക സഭകളിലേക്കും ഇങ്ങനെ സഞ്ചാര സുവിശേഷകരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനാണ് ഇത് അയക്കുന്നത്. അങ്ങനെ ഇവർ ഗായോസിൻ്റെയും ദിയോത്രിഫേസിൻ്റെയും സഭയിലെത്തിയപ്പോൾ ഈ ദിയോത്രിഫേസ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, യോഹന്നാൻ അപ്പോസ്തലൻ്റെയും ഈ സഞ്ചാര സുവിശേഷകരും ഇങ്ങോട്ട് വരണ്ട, അവരുടെ ഉപദേശം ഞങ്ങൾക്ക് കേൾക്കണ്ട. ഒരു പക്ഷേ ഈ ദിയോത്രേഫോസ് ആ സഭയിലെ വളരെ പ്രധാനിയായിട്ടുള്ള ഒരാളായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ അവരെ ആരെങ്കിലും കൈക്കൊണ്ടാൽ അവരെ ഞാൻ സഭയിൽ നിന്ന് പുറത്താക്കും എന്നുള്ള ഭീഷണി വാക്കുകൾ ഇദ്ദേഹം പറയുവാനായിട്ട് തുടങ്ങി. 10-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വന്ന് നോക്കിക്കേ മായ. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവനെ ഓർമ്മ വരുത്തും. ദിയോത്രേഫോസ് എന്ത് ചെയ്തെന്നറിയാമോ? യോഹന്നാൻ അപ്പോസ്തലനെയും സഞ്ചാര സുവിശേഷകരെയും കുറിച്ച് അപവാദ വാക്കുകൾ, ദുർവാക്കുകൾ സഭയിൽ പറയുവാനായിട്ട് തുടങ്ങി. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ വന്നിട്ട് അവനെ ശകാരിച്ച് അവൻ ചെയ്യുന്ന തെറ്റെന്തെന്ന് അവന് ഓർമ്മ വരുത്തി കൊടുക്കും. ഹല്ലേലൂയ. എത്ര നീചമായിട്ടുള്ള ഒരു പൊസിഷനിലോട്ടാണ് ഒരു വിശ്വാസി താഴെ വീണ് പോകണമെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ദിയോത്രിഫസും ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയായിരുന്നായിരിക്കും. പക്ഷെ ഒന്നാമനാകുവാനുള്ള ആഗ്രഹം വന്നപ്പോൾ മറ്റ് യോഹന്നാൻ അപ്പോസ്തലൻ അയക്കുന്ന ആ സുവിശേഷകരോ വന്നാൽ എൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും ചലനം സംഭവിക്കുമോ എന്നുള്ള ദുശ്ചിന്താകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവർക്കെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി, അവർക്കെതിരെ ദൂഷണം പറയുവാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ആത്മാവ് ആരിലും വ്യാപരിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് യോഹന്നാൻ ദിയോത്രെഫോസ് എന്ന് പറയുന്ന ഈ ഈഗോയിസ്റ്റിനെ കുറിച്ച്, സ്വയം ഉയരുവാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയെക്കുറിച്ച് ഗായോസിനോട് പറഞ്ഞതിന് ശേഷം ഒരു വലിയ വാണിംഗ് കൊടുക്കുകയാണ്. 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, പ്രിയനെ ഗായോസേ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തെ മനസ്സിലാക്കിയിട്ടില്ല, ദൈവത്തിൻ്റെ മനസ്സെന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പ്രിയനെ, പ്രിയപ്പെട്ട എൻ്റെ ഗായോസേ, നന്മയല്ലാതെ ആര് തിന്മ ചെയ്താലും, സഭയിലുള്ളവരാവട്ടെ സഭയ്ക്ക് പുറത്തുള്ളവരാവട്ടെ, തിന്മ നീ അനുകരിക്കരുത്, അവരുടെ പക്ഷത്ത് നീ നിൽക്കുവാൻ ഇടയാവരുത് എന്ന് ഗായോസിനെ ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലേഖനത്തിൽ നിന്ന് 2 വിശ്വാസികളെ കണ്ടു. ഏതൊക്കെയായിരുന്നു? ഗായോസ് ദി എക്സോട്ടർ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഗായോസും, രണ്ടാമത് കണ്ടത് ദിയോത്രിഫസ്. പറഞ്ഞേ, ദിയോത്രിഫസ് ദ ഈഗോയിസ്റ്റ്, സ്വയം ഉയരുവാൻ ആഗ്രഹിച്ച ദിയോത്രിഫസ്. ഒരാളെ കുറിച്ച് കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 12-ാം വാക്യത്തിൽ കേവലം ഒരു വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും വളരെ വിലപ്പെട്ട ഒരു സൂചനയാണ് ഈ വ്യക്തിയെക്കുറിച്ച് നൽകിയിരിക്കുന്നത്. വായിക്കാം. ദെമേത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു, ഞങ്ങളുടെ സാക്ഷ്യം സത്യം എന്ന് നീ അറിയുന്നു.
ദെമത്രിയോസിന് എല്ലാവരാലും സത്യത്തിൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു, ഞങ്ങളുടെ സാക്ഷ്യം സത്യം തന്നെ എന്നും നീ അറിയുന്നു. ഒരു പക്ഷേ ഈ ഈഗോയിസ്റ്റ് ആയിരുന്ന ദയോത്രേഫസിൻ്റെ മാതൃക അനുസരിക്കാതിരുന്നത് കൊണ്ട് ഈ ദെമത്രിയോസ് എന്ന ഈ നല്ല മനുഷ്യനെ ഇദ്ദേഹം പുറത്താക്കുവാൻ ശ്രമിച്ചു കാണും. അതുകൊണ്ടായിരിക്കണം ദിമോത്രിയോസ് നല്ല സാക്ഷ്യമുള്ള ഒരു വ്യക്തിയുമാണ്, ഞങ്ങളിൽ നിന്നും നല്ല സാക്ഷ്യമുള്ള വ്യക്തിയാണ് എന്ന ഒരു അപ്രീസിയേഷൻ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുവാൻ ഇടയായത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആ സാക്ഷ്യമുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയും? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതിയോ? യേശു എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യർ എങ്ങനെയാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളെ രക്ഷിക്കപ്പെട്ടു എന്ന് കേട്ടതുകൊണ്ട് അവരാരും ദൈവത്തെ മഹത്വപ്പെടില്ല. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വിശ്വാസിയായിട്ട് സൺഡേ രാവിലെ മാത്രം ജീവിച്ചാൽ പോരാ. തിങ്കളാഴ്ച ഓഫീസിൽ പോകുമ്പോൾ, തിങ്കളാഴ്ച നമ്മുടെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക്, ബുധനാഴ്ച വൈകിട്ട് നമ്മുടെ വീട്ടിലായിരിക്കുമ്പോഴും ഏത് സ്ഥലത്തും ഒരു മാതൃകയുള്ള വിശ്വാസിയാകുവാൻ ദെമത്രിയോസിനെ പോലെ എല്ലാവരും നല്ല സാക്ഷ്യം ലഭിച്ച ഒരു വിശ്വാസിയാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ 3 ടൈപ്പ് വിശ്വാസികളെ കുറിച്ച് ഈ ലേഖനത്തിൽ നിന്ന് കണ്ടു. ആരൊക്കെയായിരുന്നു? ഗയോസ് ദി എക്സോർട്ടർ, മറ്റുള്ളവരെ ആശ്വസിപ്പിച്ച് എൻകറേജ് ചെയ്ത് അവരൊക്കെ സമാധാനമായി തീർന്ന ഗയോസ്. രണ്ടാമത്തെ ആൾ ദയോത്രേഫസ്, ദ ഈഗോയിസ്റ്റ്, സ്വയം ഉയരുവാൻ ആഗ്രഹിച്ച ദയോത്രേഫസ്. മൂന്നാമത്തേത് എല്ലാവർക്കും മാതൃകയായി നിന്ന ദെമത്രിയോസ്. 3 ടൈപ്പ് പേരെ കണ്ടു. അവിടെ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: പ്രിയനെ, നന്മയല്ലാതെ തിന്മ ഒന്നും അനുകരിക്കരുത്. നമുക്ക് നല്ല 2 എക്സാമ്പിൾസിനെ കാണിച്ചു തന്നിരിക്കുന്നു. ആരൊക്കെയാ? ഗയോസും ദെമത്രിയോസും. ഈ നല്ല ഉദാഹരണങ്ങളെ അനുകരിക്കാം. ദയോത്രേഫസ്, അങ്ങനത്തെ ഉദാഹരണങ്ങൾ നമ്മൾ അനുകരിക്കാതിരിക്കാനും വേണ്ടിയാണ് വേദപുസ്തകത്തിൽ ഇത് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ വേദവചന പഠനം നിർത്തുന്നതിന് മുമ്പ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ആ അവസാനത്തെ 2 വാക്യങ്ങളും കൂടെ ഒന്ന് വായിക്കാം. മായ. എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹിതന്മാർക്ക് പേരുപേരായി വന്ദനം ചൊല്ലുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് എഴുതിയ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച്. ആ അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് മനസ്സിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ അപ്പോസ്തലൻ്റെ പേര് എന്താ? എല്ലാവരും വിളിക്കുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. ഒരു വൃദ്ധനായ, താടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു നല്ല മനുഷ്യനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പിക്ചർ. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ ആദ്യം ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. യോഹന്നാൻ, യാക്കോബ് എന്ന് പറയുന്ന 2 സഹോദരന്മാർ അറിയപ്പെട്ടിരുന്ന പേരുണ്ടായിരുന്നു. എന്തായിരുന്നു? സെബദി മക്കൾ. ഓക്കെ, അറിയപ്പെട്ട ഒരു പിതാവിൻ്റെ ഒരു മക്കളായിരുന്നു യോഹന്നാനും യാക്കോബും. ഇവരെയാണ് യേശു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു വിളിച്ചത്. അവർ വലയും വള്ളവും ഒക്കെ സ്വന്തമായിട്ടുള്ള വലിയ ബിസിനസ്സുകാരായിരുന്നു അവരുടെ ആ ഗ്രൂപ്പിൽ. അപ്പോൾ ആ കുടുംബത്തിന് സ്ഥാനമുണ്ട്, പണമുണ്ട്. അങ്ങനെ ഒരു നല്ല ഗ്രൂപ്പിൽ നിന്ന് വരുന്നത് കൊണ്ടായിരിക്കാം അവർക്കൊരു ചെല്ലപ്പേരും കൂടെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവർക്ക് ആൾക്കാർ വിളിച്ചിരുന്ന പേര് ഇടിമക്കൾ, സൺസ് ഓഫ് തണ്ടർ. അങ്ങനെയായിരുന്നു യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇടിമക്കൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താ? അത് തന്നെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇടി കൊടുക്കുന്ന മക്കൾ. അങ്ങനെ അവർ വന്ന ആ സ്ഥലത്ത് എന്തുണ്ടായിരിക്കും? ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കും. ഇങ്ങനെ നെഞ്ചും പിരിച്ചാണ് യോഹന്നാനൊക്കെ പണ്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവർക്ക് പേരുമുണ്ടായിരുന്നു ഇടിമക്കൾ. ഓക്കെ, എപ്പോഴും ഒന്നാമനാകാൻ ആഗ്രഹിച്ച് പോകുന്നിടത്തെല്ലാം വഴക്കും പിടിച്ച് കോപമൊക്കെ വന്ന അപ്പം തന്നെ അതൊക്കെ പ്രകടമാക്കുന്ന ടൈപ്പ് വ്യക്തിയായിരുന്നു ഈ ലേഖനം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ. ഇവരുടെ മാതാവായ സെബദിയുടെ ഭാര്യ ഒരു ദിവസം
ദിവസം യേശുവിനോട് വന്നിട്ട് പറഞ്ഞു, സെബദിയുടെ ഭാര്യയല്ലേ, അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ യേശുവിനോട് പറഞ്ഞു, യേശുവേ നീ രാജാവായി കഴിയുമ്പോൾ എൻ്റെ ഒരു മോനെ അവിടെ, ഒരു മോനെ ഇപ്പുറത്തും ഇരുത്തണം, എൻ്റെ യോഹന്നാനെ നിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുത്തിയേക്കണം. അമ്മയും പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് വന്നത്. എന്നാൽ യേശുവിൻ്റെ കൂടെയുള്ള ഒരു ജീവിതമുണ്ടല്ലോ, നമ്മൾ യേശുവിനോട് അടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന കുറേ സ്വഭാവങ്ങളുണ്ടാവും, നമ്മൾ കണ്ടുപഠിച്ച കുറേ ദുശീലങ്ങളുണ്ടാവും. എന്നാൽ യേശുവിനോടൊത്ത് ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയാവുകയാണ് കേട്ടോ. യോഹന്നാൻ അപ്പോസ്തലനെ ഇടിമക്കൾ എന്നൊക്കെ വിളിച്ചിരുന്നെങ്കിൽ യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന് ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചതുപോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പ്, ഞാൻ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ ഈ കാണുന്ന, എൻ്റെ കണ്ണ് കണ്ട, എൻ്റെ കൈ തൊട്ട ഈ യേശു, ഇവൻ വേറെ എങ്ങൊന്നുമല്ല, സ്വർഗത്തിൽ നിന്ന് സകല മഹിമയും വെടിഞ്ഞ് താഴോട്ടിറങ്ങി വന്നവനാ. ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനായിട്ട് ജന്മമെടുത്തതാ. എന്നിട്ടും താഴ്മയോടെ ഞങ്ങൾ വഴക്കിട്ടപ്പോൾ, ആരാണ് വലിയവെന്ന് പറഞ്ഞ് വഴക്കിട്ടപ്പോൾ താഴ്മയോടെ ഒരു അടിമയെ പോലെ എൻ്റെ കാല് കഴുകിയപ്പോൾ യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം പൊസിഷനോ പദവിയോ ഒന്നുമല്ല. ക്രിസ്തീയ ജീവിതം സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ക്രിസ്തീയ ജീവിതത്തിന് സ്നേഹമെന്ന ഒരു മറിവാക്ക് കൊടുക്കാം. യോഹന്നാൻ അപ്പോസ്തലന്റെ ജീവിതം മാറുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ഒരു കാലത്ത് കോപിച്ച് നടന്ന, ഒരു കാലത്ത് ആരെയും ഉപദ്രവിക്കാൻ മടിയില്ലാതിരുന്ന ആ ദാസന്റെ ജീവിതം രൂപാന്തരപ്പെടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ നിങ്ങൾ നടക്കുവാൻ തുടങ്ങിയാൽ, യേശുവിനെ നിങ്ങളൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏത് സ്വഭാവമുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായി മാറ്റുവാൻ, ഒരിക്കൽ ഇടിമക്കൾ എന്നറിയപ്പെട്ട ആ യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായി മാറ്റുവാൻ കഴിവുള്ള ആ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് എൻ്റെ സ്വഭാവം ഇഷ്ടമില്ല, പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഞാൻ കോപിച്ചു പോകുന്നു, എത്ര ശ്രമിച്ചിട്ടും ഞാൻ വഴക്കിട്ട് പോകുന്നു, എത്ര ശ്രമിച്ചിട്ടും ഞാൻ നുണ പറഞ്ഞു പോകുന്നു, എനിക്കിനി മാറാൻ സാധിക്കുമോ? എനിക്കൊരു കർത്താവിൻ്റെ നല്ല ദാസനായിട്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റുമോ? പറ്റും. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ അതിന് സാക്ഷിയാണ്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഏത് അവസ്ഥയിലും ആയിരിക്കട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ, കർത്താവെ നന്മയല്ലാതെ തിന്മയൊന്നും ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുകരിക്കില്ല, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റി, നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും പ്രയോജനമുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാൻ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന് കഴിയും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ആ ലേഖനം ഒരു പ്രാവശ്യവും കൂടെ ശ്രദ്ധയോടെ വായിക്കാം. മൂപ്പനായ ഞാൻ, ഒരുമിച്ച് വായിക്കണേ. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മായ, സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. സഭയ്ക്ക് ഞാൻ ഒന്നെഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ദെമേത്രിയോസിന് എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് നീ അറിയുന്നു.
എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹിതന്മാർക്ക് പേര് ചൊല്ലി വന്ദനം ചൊല്ലുക. Please be seated.